ഹായ് സുഹൃത്തുക്കളെ, ഞാൻ സുലൈമാൻ പരപ്പനങ്ങാടിയാണ്. ഞാനിന്ന് ചെയ്യുന്ന വീഡിയോ എൻ്റെ പ്രവാസ ലോകത്ത് ഇപ്പോഴും ജീവിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. അവർ 2-3 ആളുകൾ ഞാൻ നാട്ടിൽ വന്നു എന്നറിഞ്ഞത് കൊണ്ട് തന്നെ അവരെനിക്ക് മെസ്സേജ് ചെയ്തു, എന്താണ് നാട്ടിലെ വിശേഷങ്ങൾ, പിന്നെ നാട്ടിൽ നമ്മൾ ഇവിടുന്ന് ഗൾഫ് ഒഴിവാക്കിയിട്ട് നാട്ടിൽ വരാൻ നിൽക്കുകയാണ്, എന്തെങ്കിലും ഒരു പുതിയ സംരംഭം തുടങ്ങാം എന്നതിൽ നിൽക്കുകയാണ്, എന്താണ് നിങ്ങളൊരു അഭിപ്രായം എന്നോട് ചോദിച്ചു. അവർക്കും വേണ്ടിയിട്ടാണ്. പൊന്നാര ചങ്കുകളെ, നിങ്ങൾ പ്രവാസ ലോകത്ത് നിന്ന് ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് വരണ്ട. മനസ്സിലല്ലേ, നമ്മളെ നാട്ടിൽ ഒഴിവാക്കിയിട്ട് നിങ്ങൾ വരണ്ട. നിങ്ങൾ ലീവിന് ഒരു 2 മാസം അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്നും വിചാരിച്ച് വരണ്ട. ഒരു നോർമലി ഒരു ജീവിതത്തിലേക്ക് ഇവിടെ ഒരു 2 മാസം നിന്നിട്ട് പോകാം എന്നുള്ളതിലേക്ക് പോയി ഇവിടെ ഒരു സംരംഭം തുടങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ട് വരണ്ട. ഒന്നാമത്തെ കാര്യം, നമ്മളെ അനുഭവമാണ്. ഞാൻ 2 മാസം ലീവിന് വന്നതാണ്. എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നേരം വെളുത്ത് വൈകുന്നേരം വരെ പെരൻ്റെ ഉള്ളിൽ തന്നെയാണ്. പുറത്തിറങ്ങാൻ പേടിയാണ്. നാട്ടുകാരെ പേടിച്ചിട്ടല്ല, വീട്ടുകാരെ പേടിച്ചിട്ടാണ്. സ്വന്തം വീട്ടുകാരെ പേടിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങണമെന്ന് നോക്കി നിൽക്കുകയാണ് അവർ. വലിയൊരു ലിസ്റ്റ് ഇങ്ങോട്ട് തരാൻ. എന്ത് ലിസ്റ്റ്? പെരേക്കുള്ള സാധനം തന്നെയാണ്. അപ്പോൾ അതുമായിട്ട് നമ്മൾ അവിടെ പോയി കടയിൽ പോയി സാധനം വാങ്ങി ബില്ലൊക്കെ പേ ചെയ്ത് നിൽക്കുമ്പോഴോ പിന്നെ ഒരു കോള് വരും. എന്ത് കോള്? ഞാനൊരു സാധനം പറയാൻ മറന്നിരിക്കുന്നു, ഇതുകൂടി വാങ്ങിക്കോളി എന്ന് അറിഞ്ഞിട്ട്. അപ്പം നമ്മളെ ജീവിതം തന്നെ പകച്ചു പോയ മട്ടിൽ നമ്മൾ അന്തം വിട്ട് നിൽക്കും. അപ്പം അത് ഡെയിലി അങ്ങനെ തുടരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പ്രവാസ ലോകത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ മാസ ശമ്പളത്തിൽ 10-15 നമ്മൾ നാട്ടിലേക്ക് വിട്ടുകൊടുത്താൽ അവരതിൽ നിന്ന് ഇസ്കി പിടിച്ച് സാധനം വാങ്ങി അവരുണ്ടാകും. പക്ഷെ നമ്മൾ നാട്ടിൽ വന്നാൽ നമുക്ക് അങ്ങനത്തെ ഒരു അവസരം വരും തരില്ല. ഉള്ള കൊണ്ടാൻ വേണ്ടി മേലാത്ത സാധനമൊക്കെ അവർ പറഞ്ഞു കണ്ട് നമ്മളെ കൊണ്ട് ഇങ്ങനെ കായലോ വാങ്ങിക്കും. അത് എല്ലാ പ്രവാസികളുടെ ഒരു അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ അവിടുന്ന് ഒഴിവാക്കി കണ്ട് നമ്മൾ ആരും ഇങ്ങോട്ട് വരണ്ട. അവിടെ 2-3 മാസം ലീവ് എടുത്തിട്ട് പിന്നെയും ആ ജോലിക്ക് തന്നെ നമ്മൾ പുറപ്പെടും. നമ്മൾ പൊതുവെ ഈ പ്രവാസി ഹൗസ് ഡ്രൈവർമാർ നമ്മൾ അവിടെ ചെയ്യുന്ന അതേ പണി തന്നെയാണ് പിടി. അവിടെ നമ്മൾ അവരെ വണ്ടി, അവരെ പെട്രോൾ, അവരെ സാധനം വാങ്ങണമെങ്കിൽ അവരെ പൈസ. ഇവിടെ വന്നാലും നമ്മളെ ജോലി അത് തന്നെയാണ്. കടയിൽ പോയി സാധനം വാങ്ങുക, വീട്ടുകാരെന്താ പറയണത് അത് ചെയ്തു കൊടുക്കുക. പക്ഷെ വണ്ടി നമ്മൾ തന്നെ, പെട്രോൾ നമ്മൾ തന്നെ, സാധനം വാങ്ങണ കാര്യം നമ്മൾ തന്നെ. അപ്പോൾ അത് രണ്ടും വ്യത്യാസമുണ്ട്. ജോലിയൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ എൻ്റെ എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും നാട്ടിലുള്ള സുഹൃത്തുക്കൾക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ചിന്തിച്ച് കണ്ട് ഓരോ കാര്യം ചെയ്യാം. ഇട്ടെറിഞ്ഞ് കണ്ട് അവിടെ ഇങ്ങോട്ട് വരരുത്. ഒരു കാര്യമില്ല. ഇവിടെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും നാട്ടിൽ എന്തെങ്കിലും പണിയെടുത്ത് നമുക്ക് ജീവിക്കാം, എന്തിനാ വെറുതെ ജീവിതം വേസ്റ്റാക്കണമെന്ന്. ആ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങോട്ട് വരും. ഇവിടെ വന്നാലാരാ ഇതിനെക്കാട്ടി നല്ലത് അവിടെ തന്നെ കുറച്ച് സമാധാനം കിട്ടുമല്ലോ. മനസ്സിലായില്ല. അപ്പോൾ സമാധാനത്തിൽ ജീവിക്കണമെങ്കിൽ പ്രവാസികൾക്ക് എന്നും പ്രവാസ ലോകമാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിതാ ഓഫ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.